ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ മലപ്പുറം കുറ്റിപ്പുറത്താണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ പരിചയപ്പെടുത്തുന്ന വിശിഷ്ടാതിഥി ഇവിടെ കുറ്റിപ്പുറത്ത് ഏരിയൽ ഗ്രൂപ്പ് എന്ന പേരിൽ പല പല സ്ഥാപനങ്ങൾ നടത്തുന്ന ഷഫീർ സാറാണ്. ഏകദേശം ഒരു 20 വർഷത്തിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ്. അത് ഉപ്പാട അനിയനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ബിസിനസ് എന്നുള്ളത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ സ്ഥാപനം തുടങ്ങിയത് ഉപ്പാട അനിയനാണ്. അതെ, നമ്മുടെ ഏരിയൽ ഗ്രൂപ്പിന്റെ ആ ഒരു ഇത് തുടങ്ങി വെച്ചത് ലത്തീഫ് എന്ന് പറഞ്ഞ ഉപ്പാട അനിയനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏരിയൽ ഗ്ലാസ് ഹൗസ് എന്നുള്ള പേരിലാണ് ആദ്യത്തെ സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു സ്റ്റാഫിന് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു സ്റ്റാഫിൽ നിന്നായിരുന്നു നമ്മുടെ ഈ ഏരിയൽ ഗ്രൂപ്പിന്റെ തുടക്കം. അതെ അതെ. ഏകദേശം ഇപ്പോ അൽഹംദുലില്ലാ 100ഓളം സ്റ്റാഫുകൾ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളായിട്ട് ഏകദേശം ഡയറക്റ്റ് ആയിട്ട് ഏകദേശം ഒരു 20 വർഷം കൊണ്ടാണ് നമ്മുടെ ഒന്നിൽ നിന്നും അതെ 100ലേക്ക് അതെ നല്ലൊരു വളർച്ചയാണ്. അതെ അതെ. പിന്നെ എവിടെയൊക്കെയുണ്ട് ഇതിന്റെ സ്ഥാപനങ്ങൾ? നമ്മുടെ തുടക്കത്തിൽ ഗ്ലാസ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇലക്ട്രിക്കൽസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ടൈൽസ് എന്ന് പറഞ്ഞ രീതിക്ക് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ അടുത്ത ബ്രാഞ്ച് പിന്നെ നമ്മളിപ്പോ 2 വർഷത്തോളമായി സ്റ്റാർട്ട് ചെയ്തത് വളാഞ്ചേരി പൂക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ എന്തൊക്കെ സർവീസുകൾ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഒരു വീട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും നമ്മളെ ഷോപ്പുകളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ മെറ്റീരിയലും ഇപ്പൊ ഇന്ന് കാണുന്ന രീതിയിലായിട്ട് ഏകദേശം ഒരു 5, 6, 8, 10 വർഷത്തിനിടയിലാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറിയത്. ഏകദേശം പെയിന്റ് മാത്രമല്ല, പെയിന്റ് അല്ലാത്ത ബാക്കിയെല്ലാം പെയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഫിനിഷിംഗ് വർക്കിലേക്ക് നമ്മുടെ ഏരിയൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സർവീസുകൾ. പിന്നെ ഈ രീതിക്ക് മാറിയത് ഞങ്ങൾ 3 ബ്രദേഴ്സ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറിയത്. 3 ബ്രദേഴ്സ് ചെറുതായിട്ടൊരു സ്ഥാപനം തുടങ്ങി വെച്ചു. അപ്പോൾ ചേട്ടന്റെ മക്കളായ പിന്നെ സജീർ എന്ന് പറഞ്ഞ മൂത്ത ബ്രദർ, പിന്നെയുള്ള സമീർ എന്ന് പറഞ്ഞ ഒരു ബ്രദറും ഉണ്ട്. നിങ്ങൾ 3 പേരും കൂടി ചേർന്ന് ഇളയപ്പായിട്ട് ചേർന്ന് അതെ അതെ ഈ രീതിയിലേക്ക് ഗ്രൂപ്പായി മാറി മാറിയതല്ലേ? അപ്പൊ അപ്പോഴും എന്റെ ഫൗണ്ടറും ഇപ്പോഴും തലവൻ ഇളയപ്പ തന്നെയാണ്. അതെ അതെ. അപ്പോൾ ഈ ഇളയപ്പയുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വാപ്പായുടെയും കൂടി ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മൂത്ത ബ്രദറാണ് ഇതിനെ ഈ രീതിക്ക് ആദ്യമായിട്ട് നല്ല രീതിക്ക് കൊണ്ടുവന്നത്. മൂത്ത ബ്രദറായ സജീർ എന്ന് പറഞ്ഞ ആളാണ് ഇത് മെയിൻ ആയിട്ട് ഇത് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരാള്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഏരിയൽ ഗ്രൂപ്പിന്റെ ചെറിയ വിശേഷങ്ങൾ. ഇനി നമുക്ക് പേഴ്സണൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇളയപ്പാട വീട് ജനിച്ച ഇവിടെ തന്നെയാണ്? അതെ അതെ, കുറ്റിപ്പുറത്ത് നമ്മുടെ പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഉപ്പാട വീടും 2 വീടുകളും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. ആ രീതിക്ക് തന്നെയാണ് വരുന്നത്. ഇളയപ്പാക്ക് മക്കളുണ്ടോ? ഉണ്ട് ഉണ്ട്. മക്കളുടെ 2 പെൺകുട്ടികളാണ് വരുന്നത്. അതെ, 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ പേര് പറഞ്ഞോളൂ. മുഫീദ എന്ന് പറഞ്ഞ കുട്ടി, പിന്നെ ഒരു സിനു എന്ന് പറഞ്ഞ ഒരു കുട്ടി. അവരൊക്കെ ഒരു കുട്ടി ചെറിയ പഠിക്കാണ്, ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു. അപ്പൊ സാറ് ജനിച്ചതും ഇവിടെ തന്നെ വീടും നമ്മുടെ വീട് അടുത്തടുത്ത വീട് തന്നെ. അടുത്തടുത്ത വീട് തന്നെ. അതെ. വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയാണ്? വിദ്യാഭ്യാസം ഞാൻ ബിടെക് IT ഗ്രാജുവേറ്റ്. എവിടെയായിരുന്നു? അത് നമ്മുടെ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ നമുക്ക് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ വിവാഹം എന്നായിരുന്നു? വിവാഹം ഏകദേശം 5 വർഷമായി വിവാഹം കഴിഞ്ഞു. ഭാര്യയുടെ പേര് ജുമാന. പഠിച്ചോണ്ടിരിക്കുവായിരുന്നു? അതെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിച്ചത്. പഠനം കംപ്ലീറ്റ് ആക്കി ഇപ്പൊ ഒരു കുട്ടിയായി. കുട്ടിയുടെ പേര് അസഹൈറി. ഏകദേശം 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സല്ലേ? LKG പോയി തുടങ്ങി. നമ്മള് അവധി ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? അവധി ദിവസങ്ങള് ഞങ്ങൾ എങ്ങനെയായാലും ഒന്ന്